ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഒരു ദൈവം എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ എന്താണ് പല ദൈവങ്ങളെ പ്രതിഷ്ഠിച്ചത്? ഈ കാര്യം ചിന്തനീയമാണ്. ഗുരുദേവൻ്റെ അവതാരോദ്ദേശ്യം ജാതി നിർമ്മാർജ്ജനമാണ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരിൽ ഉണ്ടായിരുന്ന ഉച്ചനീച ഭാവം ഇല്ലാതാക്കി സമത്വവും സാഹോദര്യവും പരസ്പര വിശ്വാസവും ഉണ്ടാക്കി തീർക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. മനുഷ്യനെ മനുഷ്യൻ അശുദ്ധനും അസ്പൃശ്യനും ആയി കാണുന്ന അന്ധതയെ ഇല്ലായ്മ ചെയ്ത് സകലരെയും അറിവിൻ്റെ പ്രകാശത്തിലേക്ക് നയിക്കാനുള്ള വഴികൾ കണ്ടെത്താനും അതിനുള്ള ശക്തി സംഭരിക്കാനും വേണ്ടിയായിരുന്നു അദ്ദേഹം തപസ്സനുഷ്ഠിച്ചത്. സമൂഹം മൊത്തത്തിൽ അജ്ഞാനമാകുന്ന അന്ധകാരത്താൽ ആവരണം ചെയ്തിരിക്കുന്നതായ ഒരു അവസ്ഥയിലാണ് ഗുരുദേവൻ്റെ അവതാരം. ഒരു കൂട്ടം മനുഷ്യർ തങ്ങളെ സ്വയം ശ്രേഷ്ഠന്മാരും ഉന്നത കുലജാതന്മാരും ആയി കരുതി തങ്ങൾ ചെയ്ത പൂർവജന്മ സുഹൃതം കൊണ്ടാണ് ദൈവം തങ്ങളെ ഇങ്ങനെ ഉന്നത ജാതിക്കാരായി സൃഷ്ടിച്ചതെന്നും അവർ കരുതിയിരുന്നു. അവർ അധകൃതരും അവർണരുമായവരെ അശുദ്ധരും പൂർവജന്മങ്ങളിൽ പാപം ചെയ്തിട്ടുള്ളതിൻ്റെ ഫലമായി ഈശ്വരൻ അവരെ നരകജീവിതം അനുഭവിക്കാൻ വേണ്ടി ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നതാണ് എന്നും അവരെ ശാസിക്കാനും ശിക്ഷിക്കാനുമുള്ള അവകാശം തങ്ങൾക്ക് ഉണ്ട് എന്നും വിശ്വസിച്ചിരുന്നു. അവർണർ അറിവും വിദ്യയും സ്വാതന്ത്ര്യവും അർഹിക്കുന്നവരല്ല എന്നും അവർ അശുദ്ധരാണെന്നും ഈ സവർണ സമൂഹം വിശ്വസിച്ചിരുന്നു. അവർണരാകട്ടെ സവർണരുടെ അടിമത്വത്തിൽ കഴിയാൻ വിധിച്ചവരാണ് എന്ന് സ്വയം കരുതി അവരുടെ മേലാളന്മാരായി അവർണരെ അംഗീകരിച്ച് ജീവിക്കുകയും ചെയ്യുന്നു. താൻ പോകുന്ന വഴിയിൽ വല്ല അവർണനും വന്നുപെട്ട് തന്നെ അശുദ്ധനാക്കുമെന്ന് ഭയപ്പെട്ട് നമ്പൂതിരിമാർ വഴി നീളെ ഹാ ഹാ എന്ന് ഒച്ച വെച്ചുകൊണ്ട് നടക്കുന്നു. ഈ ശബ്ദം കേട്ട ആ വഴിയെ വരുന്ന അവർണൻ ഒവ്വ എന്ന് ഒച്ച വെച്ച് അറിയിപ്പ് കൊടുക്കുന്നു. ഇത് കേട്ട നമ്പൂതിരി ഉടൻ സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ നിൽക്കുന്നു. അവർണൻ വഴിയിൽ നിന്നും കുറേ അകലെ മാറി നിന്ന് താൻ വഴിയിൽ നിന്നും മാറിയിരിക്കുന്നു, ധൈര്യമായിട്ട് പൊയ്ക്കൊള്ളൂ എന്ന അറിയിപ്പ് മറ്റൊരു ശബ്ദത്തിലൂടെ നൽകുന്നു. നമ്പൂതിരി മുന്നോട്ട് നീങ്ങുന്നു. ക്ഷേത്രങ്ങളുടെയും മറ്റും സമീപത്തുകൂടി അവർണർ സഞ്ചരിച്ചാൽ അവരുടെ കാറ്റേറ്റ് അമ്പലത്തിലിരിക്കുന്ന ദൈവം അശുദ്ധമാകുമെന്ന് ഭയപ്പെട്ട് അങ്ങനെയുള്ള വഴിയിൽ ഇതിലെ അവർണർ സഞ്ചരിക്കരുത് എന്ന് ബോർഡ് വച്ചിരിക്കുന്നു. ഒരിക്കൽ കേരളത്തിൽ വന്ന വിവേകാനന്ദ സ്വാമി ഇവിടെ ഉള്ളവർക്കെല്ലാം ഭ്രാന്ത് ബാധിച്ചിരിക്കുകയാണ് എന്ന് കരുതി ഈ കേരളം ഒരു ഭ്രാന്താലയം ആണ് എന്ന് പറഞ്ഞുപോലും. നമ്മുടെ അഭിപ്രായത്തിൽ ഇത് അജ്ഞതയാണ്. ഇവിടെ പീഡിതനും പീഡിപ്പിക്കപ്പെടുന്നവനും ഒരുപോലെ അജ്ഞാനാന്ധകാരത്തിലാണ്. ഒരു ശൂദ്ര സ്ത്രീക്ക് ഒരു ബ്രാഹ്മണൻ ഒരു സന്താനത്തെ ഉണ്ടാക്കി കൊടുത്താൽ അത് ആ ശൂദ്ര കുടുംബത്തിന് ലഭിച്ച ഒരു ഭാഗ്യമായി കരുതുന്നത് ഭ്രാന്താണോ അജ്ഞതയാണോ? ഇങ്ങനെയുള്ള ഭ്രാന്തിനും അജ്ഞതയ്ക്കും ഉള്ള
പ്രതിവിധിയായിട്ടാണ് ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമി അവറുകളും അവതരിച്ചത്. താൻ സ്വയം എല്ലാ അറിവും തികഞ്ഞവനാണ് എന്നും തൻ്റെ അറിവും വിശ്വാസവും എല്ലാമാണ് ശരിയെന്നും കരുതുന്നവരോട് ഉപദേശിക്കാനും നന്നാക്കാനും ശ്രമിക്കുന്നത് നിഷ്ഫലമാണ്. അറിവില്ലാത്തവരാണ് എന്ന് സ്വയം അറിയുന്നവർക്ക് അറിവ് പറഞ്ഞാൽ അവരത് ശ്രമിക്കും. തെറ്റുകൾ കാട്ടിക്കൊടുത്താൽ തിരുത്തുകയും ചെയ്യും. അതിനാൽ പീഡിതരും അധകൃതരും ആയിട്ടുള്ളവർക്ക് അജ്ഞതയിൽ നിന്ന് ഉയരാനുള്ള വഴി കാട്ടിക്കൊടുക്കുകയാണ് മുൻപറഞ്ഞ ആചാര്യന്മാർ ചെയ്തിട്ടുള്ളത്. സവർണ വിഭാഗം തങ്ങൾ ശ്രേഷ്ഠന്മാരും ശക്തന്മാരും ആണ് എന്ന് നടിക്കുകയും അവർണ വിഭാഗത്തെ കീഴാളന്മാരായി അടക്കി ഭരിക്കുകയും ചെയ്യാൻ ഉപയോഗിച്ചത് വിദ്യയെയും ദൈവത്തെയുമാണ്. ക്ഷേത്രദർശനവും മറ്റും അവർണർക്ക് നിഷേധിച്ചുകൊണ്ട് അവർ തങ്ങൾ ദൈവത്തിൻ്റെ ആൾക്കാർ ആണ് എന്നും ദൈവം പുണ്യവാന്മാരായ തങ്ങൾക്ക് അനുകൂലമാണ് എന്നും അശുദ്ധന്മാരും പാപകർമ്മികളുമായ അവർണജാതിക്കാർ ക്ഷേത്രദർശനം നടത്തിയാൽ ക്ഷേത്രത്തിന് അശുദ്ധി സംഭവിക്കുകയും തന്മൂലം അവർക്ക് ഈശ്വരകോപം ഉണ്ടാവുകയും ചെയ്യുമെന്ന് വിശ്വസിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. അവർ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവരാകയാൽ ദുർമൂർത്തികളെ സേവിക്കാനും ആരാധിക്കാനും ഉള്ള അനുമതി ഉള്ളവരായി തീർന്നു. അതിനാൽ തങ്ങൾക്ക് കിട്ടിയ അവകാശം പോലെ ഈഴവർ മുതലായ അവർണജാതിക്കാർ മാടൻ, മറുത മുതലായ ദുർമൂർത്തികളെ സേവിക്കുകയും അതിനുവേണ്ടി ജന്തുക്കളെ ബലികഴിക്കുകയും മദ്യവും മാംസവും വച്ച് ആരാധിക്കുകയും രക്തവും മദ്യവും പാനം ചെയ്ത് കലിതുള്ളി പറഞ്ഞ് അഹിതങ്ങളായ കർമ്മങ്ങൾ ആചരിച്ച് സ്വയം അധോഗതിയുടെ പാതയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ട് ഇരിക്കുകയും ചെയ്തിരുന്നു. ഈ അവസ്ഥയിൽ നിന്നും അവരെ അറിവിലേക്കും നന്മയിലേക്കും നയിക്കാനുള്ള മാർഗമായിട്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ക്ഷേത്രപ്രതിഷ്ഠകൾ ആരംഭിച്ചത്. അജ്ഞതയും അന്ധവിശ്വാസവും കൊണ്ട് അധപ്പതനത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുന്ന ജനങ്ങൾക്ക് മുമ്പിൽ തത്വജ്ഞാനം വിളമ്പി ഉദ്ധരിക്കുന്നത് നടപ്പുള്ള കാര്യമല്ല. അത് അന്ധനെ സൂര്യോദയം കാണിക്കുന്നതിന് തുല്യമാണ്. ആദ്യം അന്ധന് കാഴ്ചാശക്തി ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് ശരിയായ ദൈവവിശ്വാസത്തിലൂടെ അറിവും വെളിച്ചവും ഉണ്ടാക്കിക്കൊടുത്ത് അത്യന്തമലിനമായ അവസ്ഥയിൽ നിന്നും ഉയർത്തി വൃത്തിയും ശുദ്ധിയും ഉള്ള ജീവിതമാർഗം തെളിച്ചു കൊടുത്തുകൊണ്ട് സാധുക്കളെ ഭൗതികമായും ആത്മീയമായും ഉദ്ധരിക്കുന്നതിനായി ശരിയായ ഈശ്വരവിശ്വാസത്തിൻ്റെ സഹായത്തോടുകൂടി ജനങ്ങളെ അജ്ഞതയിൽ നിന്നും അറിവിലേക്കും അടിമത്വത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്കും നയിക്കുകയായിരുന്നു ഗുരു ചെയ്തത്. അരുവിപ്പുറത്തെ ഗുരുവിൻ്റെ ശിവപ്രതിഷ്ഠ നാട്ടിൽ വലിയ കോളിളക്കമുണ്ടാക്കി. ഗുരുദേവൻ പല അത്ഭുത പ്രവൃത്തികളും ചെയ്തിട്ടുള്ള ഒരു തപസ്വി ആയതിനാൽ അദ്ദേഹത്തെ ശാസിക്കാനും ഉപദ്രവിക്കാനും ഉള്ള ധൈര്യം ആർക്കും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഒരു നമ്പൂതിരി കുറേ അനുചരന്മാരുമായി ഗുരുവിനെ സമീപിച്ച് ഈഴവന് ശിവനെ പ്രതിഷ്ഠിക്കാൻ എന്താണ് അധികാരം എന്ന് ചോദിക്കുകയുണ്ടായി. ഗുരു അതിന് നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്ന് മറുപടി പറയുകയും ചെയ്തു. ആ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്പൂതിരി മനസ്സിലാക്കിയോ എന്തോ അയാൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവുകയും ചെയ്തു. മറ്റുള്ളവരുടെ ചോദ്യത്തിന് ഉത്തരമായി ഗുരു പറഞ്ഞതിന് അയാൾ നാണുവാശാൻ പ്രതിഷ്ഠിച്ചത് ഒരു ഈഴവ ശിവനെയാണ് എന്നൊരു വ്യാഖ്യാനം കൊടുക്കുകയും ചെയ്തു. ഗുരുദേവൻ തൻ്റെ ആദ്യത്തെ ദേവപ്രതിഷ്ഠ ദേവന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ മഹാദേവൻ തന്നെ ആയിരിക്കട്ടെ എന്ന് തീരുമാനിച്ചതിനും
ഒരു കാരണമുണ്ട്. ശിവപ്രതിഷ്ഠ എന്ന കർമ്മം നിർവിരോധം നടന്നാൽ ഇനി ഏത് ദേവനെയും പ്രതിഷ്ഠിക്കാൻ ഇനി ആരും ആ കാര്യത്തിൽ തടയാൻ വരികയില്ല എന്നതാണ് അതിൻ്റെ പ്രസക്തി. അരുവിപ്പുറം ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം ജനങ്ങൾ സ്വന്തമായി ക്ഷേത്രങ്ങൾ പണിയാനും ഗുരുവിനെ കൊണ്ട് ദേവതാപ്രതിഷ്ഠ നടത്തിക്കുവാനും തുടങ്ങി. ഇപ്പോഴാണ് പല ദേവന്മാരുടെ പ്രതിഷ്ഠകൾ വരുന്നത്. ഗുരുദേവൻ ജന്തുഹിംസകളിൽ ഇല്ലാത്ത ക്ഷേത്രങ്ങളാണ് നിർമ്മിച്ചത്, ദേവതാപ്രതിഷ്ഠ നടത്തിയത്. ദുർദേവതകളുടെ വിഗ്രഹങ്ങൾ മാറ്റി അവിടെ സാത്വികമൂർത്തികളെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത്. ഭദ്രകാളിയും ചാമുണ്ഡിയും ഇരുന്ന സ്ഥാനത്ത് പാർവതിയും സരസ്വതിയും ലക്ഷ്മിയും ശിവനും സുബ്രഹ്മണ്യനും വിഷ്ണുവും ഗണപതിയും ഒക്കെ പ്രതിഷ്ഠിക്കപ്പെട്ടു. കോഴിവെട്ടും കുരുതിയും മറ്റു ദുഷ്കർമ്മങ്ങളും നിരോധിക്കപ്പെടുകയും ചെയ്തു. സാത്വികമായ വൈദിക കർമ്മങ്ങൾ ആരംഭിച്ചു. അങ്ങനെ ജനങ്ങളിൽ നിന്ന് ദുഷ്കർമ്മവാസനകൾ നീങ്ങി ജനഹൃദയങ്ങളിൽ ശരിയായ ഈശ്വരഭക്തി വികസിച്ചു. ക്ഷേത്രങ്ങളോടൊപ്പം വിദ്യാലയങ്ങളും തൊഴിൽശാലകളും നിർമ്മിക്കപ്പെട്ടു. അങ്ങനെ അധകൃത ജനങ്ങളിൽ അറിവും സംസ്കാരവും സ്വാതന്ത്ര്യബോധവും ഉണ്ടാവാൻ ഈ ക്ഷേത്രപ്രതിഷ്ഠകൾ കാരണമായി തീർന്നു. ഒരിക്കൽ ക്ഷേത്രപ്രതിഷ്ഠകളെ പരാമർശിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ ഗുരുദേവനോട് പ്രവൃത്തിയാരുടെ പണിയുണ്ടോ എന്ന് ചോദിക്കുകയുണ്ടായി. ഇന്നത്തെ വില്ലേജ് ഓഫീസറുടെ സ്ഥാനത്ത് പണ്ട് പ്രവർത്തിച്ചിരുന്നതാണ് ആളുടെ പേരാണ് പ്രവൃത്തിയാർ. പ്രവൃത്തിയാർ നാട്ടുകാരുടെ പറമ്പിൻ്റെ അതിര് തിരിക്കുന്നതിനായി സർവേ കല്ലുകൾ ഇടുന്നത് പോലെ ശ്രീനാരായണ ഗുരുദേവൻ നാട്ടുകാരുണ്ടാക്കുന്ന അമ്പലങ്ങളിലെല്ലാം കൽപ്രതിമകൾ സ്ഥാപിക്കുന്നു എന്നതായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ പരിഹാസം. ഗുരുദേവൻ ചട്ടമ്പി സ്വാമികളുടെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു, പ്രവൃത്തിയുണ്ട്, ആരില്ല. അതിൻ്റെ അർത്ഥം അധകൃത ജനങ്ങളെ ഉദ്ധരിക്കുക എന്ന പ്രവൃത്തി എനിക്കുണ്ട്, അതാണ് ചെയ്യുന്നത്. എന്നാൽ എനിക്ക് നീ ആര്, ഞാനാര്, അവനാര് എന്നിങ്ങനെയുള്ള ആര് അഥവാ ദ്വൈതഭാവം ഇല്ല. അതായത് എല്ലാം ഏകമാണെന്ന അദ്വൈതബോധം ഇല്ലാഞ്ഞിട്ടല്ല ഞാനിങ്ങനെ പല രൂപത്തിലുള്ള വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അന്ധതയിൽ നിന്ന് ജനങ്ങളെ പടിപടിയായി അറിവിൻ്റെ പ്രകാശത്തിലേക്ക് നയിക്കുന്ന പ്രവൃത്തി ആയിട്ടാണ് ചെയ്യുന്നത്. ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളിൽ ദൈവചൈതന്യം ഉണ്ടോ? അത് നാളെ പരിശോധിക്കാം. നമസ്കാരം.